പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യർക്കൊരു പ്രശ്നമുണ്ട്. വേനൽക്കാലമായാൽ ഭയങ്കര ചൂട്, ഈശ്വര ഒരു മഴ പെയ്താൽ മതിയായിരുന്നു എന്ന് പറയും. കാത്തിരുന്ന് മഴക്കാലം തുടങ്ങിയാലോ ഈ മുടിഞ്ഞ മഴ കൊണ്ട് സഹി കേട്ടു എന്ന് പുലമ്പും. യഥാർത്ഥത്തിൽ മഴയും വെയിലും മഞ്ഞുമൊക്കെ നമ്മുടെ സൗകര്യാർത്ഥം ലഭിക്കുന്നതാണോ? പണ്ട് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുര കെട്ടി മേയുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കലാപരിപാടിയൊന്നുമല്ല കേട്ടോ, വീടുകൾ ഓല മേഞ്ഞിരുന്ന കാലമാണത്. മഴ തുടങ്ങുന്നതിന് മുമ്പ് ദ്രവിച്ച പഴയ ഓലകൾ മാറ്റി വീട് പൊളിച്ചു പണിയുന്ന പ്രക്രിയയാണത്. അത് ചെയ്യാത്തവർ കാലവർഷത്തിലേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. മഴക്കാലം നമുക്ക് കേരളീയർക്ക് അത്രയ്ക്കൊന്നും പ്രശ്നമുള്ളതല്ല. നാം ജനിച്ച കാലം മുതൽ ഏകദേശം കൃത്യതയാർന്ന മഴക്കാലം നമുക്ക് ലഭിക്കുന്നുണ്ട്. നനഞ്ഞും വാഴയില ചൂടിയും സ്കൂളിൽ പോയ പഴയ തലമുറയ്ക്ക് മഴ വെയിൽ പോലെ തന്നെ ഒരു സാധാരണ സംഭവമായിരുന്നു. കാലവർഷവും തുലാവർഷവും ഇപ്പോൾ ഇത്തിരി വ്യതിയാനത്തോടെയാണെങ്കിലും ഏതാണ്ട് കൃത്യസമയത്ത് തന്നെ എത്തുന്നു. മഴ ഭൂമിക്ക് ആകാശം നൽകുന്ന അനുഗ്രഹമാണ്. അതിനെ നാം എന്തിനു വെറുക്കണം? മഴയാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് മുൻകരുതൽ എടുക്കുന്നതാണ് ബുദ്ധി. എന്തൊക്കെയാണ് മഴ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് ചെന്നൈ നഗരത്തിലും കേരളത്തിലും സംഭവിച്ച വെള്ളപ്പൊക്കം തന്നെ. നഗരത്തിൽ വെള്ളം കെട്ടിക്കൊടുക്കുന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പെയ്യുന്ന വെള്ളം കൃത്യമായി ഭൂമിക്കടിയിൽ ഇറങ്ങാനുള്ള സംവിധാനമുണ്ടാക്കണം. റെയിൻ ഹാർവസ്റ്റ് പദ്ധതികൾ കൃത്യമായി നാം നടപ്പിലാക്കണം. വേനൽക്കാലത്ത് തന്നെ ഓടകളും ജലസംഭരണികളും ശുദ്ധീകരിക്കണം. തുടർന്ന് പെയ്യുന്ന മഴവെള്ളം ഇത്തരം ജലസംഭരണികളിലേക്ക് എത്തിക്കാനും അവിടെ സൂക്ഷിക്കുവാനുമുള്ള സംവിധാനങ്ങൾ സർക്കാർ കൈക്കൊള്ളണം. നമുക്കും ഇക്കാര്യത്തിൽ പലതും ചെയ്യാനുണ്ട്. മുമ്പ് വെള്ളം ഒഴുക്കിയിരുന്ന തോടുകൾ ആക്രമിച്ച് സ്വന്തം സ്ഥലത്തോട് ചേർക്കുമ്പോൾ ഒന്നോർക്കണം, ഇത്തരം തോടുകളിലൂടെ ഒഴുകിയാണ് ജലം നദികളിലെത്തുന്നത്. തോടുകളും ഞരമ്പുകളും നദി ഹൃദയവുമാണ്. ഞരമ്പുകളില്ലെങ്കിൽ ഹൃദയത്തിൽ എങ്ങനെയാണ് രക്തം എത്തുക? മഴക്കാലത്ത് നാം അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം രോഗങ്ങളാണ്. പകർച്ചവ്യാധികൾ ഏറ്റവും ഉണ്ടാകുന്ന കാലമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ടവ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളാണ്. മഴവെള്ളം കെട്ടിക്കിടന്ന് അവയിൽ കൊതുകുകൾ മുട്ടയിട്ട് പെരുകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം. കൊതുകുകൾ മാത്രമല്ല, എല്ലികളുടെ മൂത്രം വീണ വെള്ളം നമ്മുടെ ശരീരത്തിലെ മുറിവുകളിലൂടെ അകത്തു ചെന്നുണ്ടാകുന്ന എലിപ്പനി ഏറെ മാരകമാണ്. മാലിന്യങ്ങളാണ് മഴക്കാലത്തെ മറ്റൊരു പ്രശ്നം. നാം ഒന്നും ആലോചിക്കാതെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഒരു സമൂഹത്തിന് ആകമാനം ദുരിതങ്ങൾ വിതയ്ക്കുന്ന മഹാരോഗമാകുന്നു. ഒരു ബൂമറാങ് പോലെ അത് നമുക്ക് നേരെ തന്നെ വരികയും ചെയ്യും. മഴയും തണുപ്പും എല്ലാവർക്കും ആസ്വാദ്യമായിരിക്കണമെന്നില്ല. ഓരോരുത്തരുടെ ശാരീരികാവസ്ഥകൾ അനുസരിച്ച് അത് മാറുക തന്നെ ചെയ്യും. അതിനുള്ള മുൻകരുതലുകൾ സദാ സ്വീകരിക്കണം. മഴക്കോട്ടുകളും കൊടകളും സൗകര്യാർത്ഥം ഉപേക്ഷിച്ച് യാത്ര ചെയ്യുന്നവർ നനയേണ്ടി വരും. നനഞ്ഞാൽ ജലദോഷവും പനിയും ഉറപ്പാണ്. അസുഖം വരാൻ നോക്കുന്നതാണ് മിടുക്ക്. വന്നാൽ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കാണുന്നതാണ് ബുദ്ധി. ഇവയ്ക്കൊക്കെ പുറമെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നാം കുടിക്കാവൂ. വെള്ളത്തിലൂടെ എന്തൊക്കെ രോഗങ്ങളാണ് പകരുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇങ്ങനെ മഴയും മഴക്കാലത്തെയും ഇത്തിരി ശ്രദ്ധയോടുകൂടി നേരിട്ടാൽ മഴക്കാലം നമുക്കൊരു പ്രശ്നമാവില്ല. മറിച്ച് ഓരോ മഴക്കാലവും ഏറെ ആസ്വാദകരമായ ഒരു അനുഭൂതിയാണെന്ന് നമുക്ക് പ്രദാനം ചെയ്യുക. മഴ ഭൂമിക്ക് ആകാശത്ത് നൽകുന്ന വരമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. മഴയില്ലെങ്കിൽ ഭൂമി മരുവാകും എന്ന സത്യം മനസ്സിലാക്കി മഴയെ സ്നേഹിക്കുക. അടുത്ത മഴക്കാലത്തെങ്കിലും നമുക്ക് മഴയെ ശപിക്കാതെ സ്വീകരിക്കാം. നന്ദി, നമസ്കാരം.